തൃശ്ശൂരിൻ്റെ പ്രൗഢിയായിരുന്ന ശക്തൻ തമ്പുരാൻ്റെ പ്രതിമ തകർക്കപ്പെട്ടത് തൃശ്ശൂർക്കാരുടെ ഒരു സ്വകാര്യ ദുഃഖമായിരുന്നു. ഇന്നിതാ ആ പ്രതിമ വീണ്ടും നഗരഹൃദയത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് പുലർച്ചെ എത്തിച്ച ഈ പ്രതിമയുടെ അനാച്ഛാദനം, ഔദ്യോഗിക അനാച്ഛാദനം പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ ഇനിയുള്ള ദിവസമായിരിക്കും. അത് ഉറപ്പിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ ഈ നഗരഹൃദയത്തിൽ ശക്തൻ ബസ് സ്റ്റാൻഡിൽ നമ്മൾ കാണുന്നത്. ഇക്കഴിഞ്ഞ ജൂണിലാണ് KSRTC ബസ്സിടിച്ച് ശക്തൻ തമ്പുരാൻ്റെ പ്രതിമ തകർന്നത്. അതിനുശേഷം വലിയ വിവാദങ്ങളുണ്ടായി. അത് എത്രയും വേഗം പുനഃസ്ഥാപിക്കണം എന്ന ആവശ്യമുയർന്നു. അങ്ങനെയാണ് നേരത്തെ ഈ പ്രതിമയുണ്ടാക്കിയ തിരുവനന്തപുരം സ്വദേശിയായ കുന്നുവിള മുരളിയുടെ നേതൃത്വത്തിൽ തന്നെ എല്ലാ അറ്റകുറ്റപ്പണികളും പൂർത്തിയാക്കി പൂർവാധികം ഭംഗിയോടെ ശക്തൻ തമ്പുരാൻ്റെ പ്രതിമ പുനർനിർമ്മിച്ചത്. പുതിയ ശില്പമല്ല, പഴയ ശില്പമാണ്. അത് ബസ്സിടിച്ചു കേടുപാടുകൾ പറ്റി പുതിയതാക്കിയെന്നേ ഉള്ളൂ. അല്ലാതെ ശില്പത്തിന് രൂപമോ മറ്റുള്ളതൊന്നും മാറ്റിയിട്ടില്ല. അത് തന്നെ സെയിം ശില്പം തന്നെ. പൊട്ടിയ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ കൂടുതൽ പുതിയതായിട്ട് ബിൽഡ് ചെയ്തു ചേർത്തു. പ്രൗഢി പഴയ പ്രതിമയുടെ അതേ പ്രൗഢിയല്ലേ ഇപ്പോഴും. നമ്മൾ രൂപത്തിനൊരു മാറ്റവും ഇല്ലല്ലോ, റിപ്പയർ മാത്രം ചെയ്തെന്നേ ഉള്ളൂ. പുതിയ പെയിൻറ് ചെയ്തു. അപ്പം അതിൻ്റേതായ ഒരു ഭംഗി ഉണ്ടാകും. തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് പുലർച്ചയോടെ തൃശ്ശൂരിലേക്ക് എത്തിച്ചു. ഇപ്പോൾ അത് ഉറപ്പിക്കുന്നതിനാവശ്യമായ, നേരത്തെ എങ്ങനെയാണോ പ്രതിമയുണ്ടായിരുന്നത് അതേ സ്ഥലത്ത് തന്നെ പ്രതിമ ഉറപ്പിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 10 അടി ഉയരവും 5 ടണ്ണോളം ഭാരവുമാണ് നവീകരിച്ച ഈ പ്രതിമയ്ക്ക് ഉള്ളത്. ശക്തൻ തമ്പുരാൻ്റെ പ്രതിമ ഇന്ന് സ്ഥാപിക്കുന്നതിൻ്റെ മുന്നൊരുക്കങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാൻഡ് പണിതിട്ടുണ്ട്. ആ കോൺക്രീറ്റ് സ്റ്റാൻഡാണ്. ഇപ്പോൾ ആ സ്റ്റാൻഡിലേക്ക് ഇത് ഫിറ്റാക്കുന്നതിനുള്ള പരിപാടികൾ ഇന്ന് നടത്തും. അനാച്ഛാദനം ഔദ്യോഗികമായിട്ട് വേറൊരു ദിവസം നമ്മൾ നടത്തും. അപ്പോൾ ഇതിന് മൊത്തം ചിലവ് വന്നിട്ടുള്ളത് 20 ലക്ഷത്തോളം രൂപയാണ്. അത് ട്രാൻസ്പോർട്ട് വകുപ്പും MLAയുടെ സുസ്ഥിര വികസന ഫണ്ടിൽ നിന്നുള്ള പണവുമാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി അപകടമുണ്ടായ ദിവസം തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. നിയമസഭയിലും അദ്ദേഹം പറഞ്ഞു ശക്തൻ തമ്പുരാൻ്റെ പ്രതിമയ്ക്ക് അങ്ങനെ സംഭവിച്ചത് ദൗർഭാഗ്യകരമായി. ട്രാൻസ്പോർട്ട് വകുപ്പ് അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും പിന്മാറുന്നില്ല, പ്രതിമ സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുക്കുമെന്ന് പറഞ്ഞു. ഞാനുമായി ബന്ധപ്പെട്ട് എൻ്റെ 10 ലക്ഷം രൂപ ഫണ്ടിൽ നിന്ന് കൊടുത്തു. കുന്നുവിള മുരളി എന്ന് പറയുന്ന സുപ്രസിദ്ധനായ ശില്പിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അദ്ദേഹം ഉദ്ദേശം 2 മാസക്കാലം സമയം പൂർണ്ണമായി ഇതിനുവേണ്ടി ചെലവഴിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അദ്ദേഹം തന്നെയാണ് ഇത് ആദ്യം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങൾക്കൊരു വാശിയുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തന്നെ അത് പുതുക്കി വീണ്ടും പണിത് ഇവിടെ സ്ഥാപിക്കണം എന്നാണ്. ഇപ്പോൾ തൃശ്ശൂർ 2 ദേവസ്വങ്ങളുമായിട്ട് സംസാരിച്ച് അവരുടെയൊക്കെ സഹകരണത്തോടു കൂടി, തൃശ്ശൂരിൻ്റെ ഒരു അഭിമാനമാണല്ലോ ഈ ഇത് സ്ഥാപിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യും. ഇന്ന് ശക്തൻ ബസ് സ്റ്റാൻഡിൻ്റെ നവീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. ആ ദിവസം തന്നെ ഈ ശക്തൻ തമ്പുരാൻ്റെ പ്രതിമയും നമുക്കവിടെ സ്ഥാപിക്കാൻ കഴിയുന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. തൃശ്ശൂരിൻ്റെ ഒരു അഭിമാന പ്രശ്നമാണ്. ഇതിൽ രാഷ്ട്രീയം കലർത്താനൊക്കെ പലരും ശ്രമിച്ചു. പക്ഷേ അന്ന് തന്നെ ഞങ്ങൾ ഇടപെട്ട് അത് പുതുക്കി പണിയുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു. രാഷ്ട്രീയ പ്രചരണങ്ങളൊക്കെ തെറ്റായിരുന്നു എന്നിപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു 4-5 മാസത്തിനകം തന്നെ അത് സ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞു. പ്രസിദ്ധനായ കുന്നുവിള മുരളി ഇതിലും വലിയ ശില്പങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ വോക്കൽ പ്രശ്നമുള്ളതുകൊണ്ട് അദ്ദേഹം പറയും നിങ്ങളോട് ഇതിനെക്കുറിച്ച്. എല്ലാ പൊതുജനങ്ങളെ അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ അനാച്ഛാദനത്തിൻ്റെ ദിവസം കോർപ്പറേഷൻ മേയറും മറ്റുമായിട്ട് ആലോചിച്ചിട്ട് നമ്മൾ തീരുമാനിക്കും. ഉടൻ തന്നെ ഉണ്ടാവും. ആഴ്ചകൾക്ക് 2 ആഴ്ച അല്ലെങ്കിൽ ഉണ്ടാവും. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് 20-ാം തീയതിയാണല്ലോ. തെരഞ്ഞെടുപ്പിൻ്റെ കോഡ് ഓഫ് കോണ്ടക്റ്റ് നിലവിലുള്ളതുകൊണ്ട് ഔദ്യോഗികമായ അനാച്ഛാദനം കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ട് നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ കച്ചമുറുക്കി ഉടവാളുമായി നിൽക്കുന്ന ശക്തൻ തമ്പുരാൻ്റെ അതേ പ്രൗഢിയോടുകൂടി തന്നെയാണ്
പുതിയ പ്രതിമയും നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 19.5 ലക്ഷം രൂപയാണ് ഇതിന് ചെലവഴിച്ചത്. പ്രതിമയുടെ കേടുപാടുകൾ എല്ലാം വളരെ പെട്ടെന്ന് തീർത്തു. ഈ വർഷം ജൂണിലാണ് അപകടത്തിൽ പ്രതിമ തകർന്നത്. അന്ന് അരയ്ക്ക് താഴെയുള്ള ഭാഗം പൂർണ്ണമായി തകർന്നിരുന്നു. തിരുവനന്തപുരം പാപ്പനംകോട് സിഡ്കോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെത്തിച്ചാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയത്. KSRTC അവർക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു വീഴ്ചയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നു. അതോടൊപ്പം നിയമസഭാ സാമാജികരും അവർക്ക് കഴിയാവുന്ന രീതിയിലൊക്കെ സഹായം നൽകിക്കൊണ്ടാണ് വീണ്ടും ശക്തൻ തമ്പുരാൻ്റെ പ്രതിമ തൃശ്ശൂരുകാരുടെ നഗരഹൃദയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇന്ന് ഇത് ഉറപ്പിച്ചതിന് ശേഷം ഒരു പൂരാവേശം പോലെയുള്ള ഒരു ചടങ്ങിൽ തന്നെ ഈ പ്രതിമയുടെ അനാച്ഛാദനം എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തും എന്നാണ് MLA P. ബാലചന്ദ്രൻ നമ്മളോട് പറഞ്ഞത്. ആ ഒരു ചടങ്ങിന് ശേഷമായിരിക്കും ഇപ്പോൾ മൂടിയ നിലയിലാണ് പ്രതിമയുള്ളത്. അത് അഴിക്കുക ഈ അനാച്ഛാദന സമയത്ത് മാത്രമായിരിക്കും. എന്തായാലും തൃശ്ശൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന, എന്നും അവർ കാണുന്ന ശക്തൻ തമ്പുരാൻ്റെ പ്രതിമ വീണ്ടും പൂർവാധികം തേജസ്സോടെ അതേ സ്ഥലത്ത് തന്നെ മടങ്ങിയെത്തിയിരിക്കുകയാണ്.